Hello everyone. So in this video we are going to discuss about the remaining components of the working memory model, and first we will see about the visual spatial sketchpad. So just like the capacity of a phonological loop can be measured approximately by the number of spoken digits we can hold consciously at one moment, we can also measure the capacity of visual spatial sketchpad by the number of visually presented objects that we can hold consciously at one moment. ഒരു ഫോണോളജിക്കൽ ലൂപ്പിൻ്റെ കപ്പാസിറ്റി നമ്മൾ എത്ര ഡിജിറ്റ് നമുക്ക് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു മെഷർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഒരു ഗിവൻ മൊമെൻറ്റിൽ നമുക്ക് കോൺഷ്യസ്ലി നമുക്കൊരു എത്ര വിഷ്വലി പ്രസൻറ്റ് ചെയ്ത ഒബ്ജക്ട്സ് നമുക്ക് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മളൊരു വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്. സോ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, just like the ones mentioned in the previous session, അതായത് ഡുവൽ ടാസ്ക് പാരഡൈം, ഡുവൽ ടാസ്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോർസി ബ്ലോക്ക് ടെസ്റ്റ്, വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ കോർസി in 1972. So in this test the experimenter touches the blocks in a certain sequential order which must then be copied by the subject. സോ ടാസ്കിൽ എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റർ സർട്ടൈൻ ബ്ലോക്സിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ടച്ച് ചെയ്യും. ആ സെയിം സീക്വൻസിൽ തന്നെ സബ്ജക്റ്റ് അതിനെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ this test provides a means of measuring the visuospatial working memory span, which is analogous to the use of digit span for the measurement of phonological working memory capacity. Digit span നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോണോളജിക്കൽ വർക്കിംഗ് മെമ്മറി കപ്പാസിറ്റിനെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കോർസി ബ്ലോക്ക് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഷ്വോസ്പേഷ്യൽ വർക്കിംഗ് മെമ്മറി സ്പാനും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ experiments have confirmed that short-term visual recall is severely disrupted by performing a second visual task at the same time, but is not disrupted by performing a non-visual task. അതായത് നമ്മൾ നേരത്തെ ഫോണോളജിക്കൽ ലൂപ്പിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ രണ്ട് സെയിം മൊഡാലിറ്റിയിലുള്ള ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് അത് ഇനീഷ്യൽ ടാസ്കിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു വിഷ്വൽ ടാസ്കിൻ്റെ കൂടെ സെക്കൻഡ് ടാസ്കും വിഷ്വൽ ടാസ്ക് തന്നെയാണ് എന്നാണെങ്കിൽ അത് ഇനീഷ്യൽ ടാസ്കിനെ അല്ലെങ്കിൽ രണ്ട് ടാസ്കിനെയും തമ്മിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് ഒരു ടാസ്ക് വിഷ്വലും സെക്കൻഡ് ടാസ്ക് നോൺ വിഷ്വൽ ടാസ്കും ആണ് എന്നാണെങ്കിൽ അത്ര തന്നെ ഡിസ്റപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിനും സബ് കമ്പോണൻസ് ഉണ്ട്. സോ ഇൻ 1995 Logi suggests that just like the phonological loop, the visual spatial sketch pad also contains two subcomponents, and these are the visual cache, which stores visual information about the shapes and colors, and the inner scribe, which holds spatial information and assists with the control of physical actions. ഓക്കെ, സോ രണ്ട് സബ് കമ്പോണൻസ് ആണ് വിഷ്വൽ കാഷയും ഇന്നർ സ്ക്രൈബും. വിഷ്വൽ കാഷ എന്ന് പറയുമ്പം അത് ഷേപ്സിനെയും കളേഴ്സിനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. വൈൽ ഇന്നർ സ്ക്രൈബ് എന്ന് പറയുമ്പം അത് ഡിഫറെൻറ്റ് സ്റ്റിമുലസിൻ്റെ സ്പേഷ്യൽ ഇൻഫർമേഷനെയാണ് കാര്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ ഓരോ ഫിസിക്കൽ ആക്ഷൻ്റെ കൺട്രോളിനെയും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so it has also been demonstrated that the normal participants carrying out two simultaneous working memory tasks suffer considerable task disruption when both tasks are visual, or like when both tasks are the spatial, but show less disruption when simultaneously performing one visual task and one spatial task, and this was demonstrated by Clore and Zhao in 2004. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് ടാസ്കിൻ്റെ അകത്ത് ഒരു ടാസ്ക് വിഷ്വലും സെക്കൻഡ് ടാസ്ക് സ്പേഷ്യലും ആവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡിസ്ട്രപ്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ട് ടാസ്കും വിഷ്വൽ അതല്ലെങ്കിൽ രണ്ട് ടാസ്കും സ്പേഷ്യൽ തന്നെ ആയിരുന്ന സമയത്ത് ടാസ്കുകൾ തമ്മിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് കമ്പോണൻറ്റ്, വി ഹാവ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. സോ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പം പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് സ്റ്റോഴ്സിനെ തമ്മിൽ
ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഓവറോൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻ. So like it is thought to have an overall control of cognitive processing and it is probably the main focus of conscious awareness. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു ഓവറോൾ കൺട്രോൾ, കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് സെൻട്രൽ എക്സിക്യൂട്ടീവിനെ കണക്കാക്കുന്നത്. It controls the phonological and visuospatial loops and uses them to help the processing. രണ്ട് കമ്പോണൻസിനെയും യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിങ്ങിനെ മൊത്തത്തിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. സോ ഇറ്റ് ഈസ് സീൻ ആസ് ദി സൂപ്പർവൈസറി കൺട്രോൾ ഓഫ് ദി സിസ്റ്റം. അതായത് ഹോൾ വർക്കിംഗ് മെമ്മറി ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നൊരു കമ്പോണൻ്റാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ആൻഡ് ഓൾസോ ഇറ്റ് കോർഡിനേറ്റ്സ് ദി ടു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ്. സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫോണോളജിക്കൽ സ്റ്റോറിനെയും അതേപോലെ തന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിനെയും രണ്ടും സ്റ്റോറേജ് സ്പേസസ് ആണ്. അതിൽ രണ്ടെണ്ണത്തിനും കോർഡിനേറ്റ് ചെയ്യുന്നതും സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. It focuses and switches attention. So like it is seen as the executive attentional component whose function is to control the use of the STM and LTM stores in carrying out complex mental tasks. ഓക്കെ, അതായത് നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മെൻ്റൽ ടാസ്ക് ചെയ്യണമെന്നുണ്ടെന്നാണെങ്കിൽ STM മാത്രം പോരാ, LTMും വേണം. അപ്പോൾ STMനെയും LTMനെയും ഒരേപോലെ തന്നെ കൺട്രോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ അറ്റൻഷനെ പലപ്പോഴും നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷനെ സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷനാണ്. ആൻഡ് ഇറ്റ് ഓൾസോ റിട്രീവ്സ് റെപ്രസെൻറ്റേഷൻ ഫ്രം LTM. ഓക്കെ, നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ കാര്യം വായിക്കുകയാണെന്ന് വിചാരിക്കാം. ലൈക്ക് ബോത്ത് വെർബൽ ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ റെപ്രസെൻറ്റേഷൻ ആർ നീഡഡ് ടു റീഡ് ആൻഡ് ദ മെമ്മറി സ്റ്റോർസ് ഹോൾഡിംഗ് ദീസ് മസ്റ്റ് ബി കോർഡിനേറ്റഡ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ലെറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ സ്പേഷ്യൽ ഓറിയൻറ്റേഷനും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് വേണം. അറ്റ് ദ സെയിം ടൈം അത് റീഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണോളജിക്കൽ ലൂപ്പിലുള്ള ആർട്ടിക്കുലേറ്ററി പ്രോസസ് കൺട്രോൾ പ്രോസസ്സിലൂടെ ഫോണോളജിക്കൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെയും സ്റ്റോർ ചെയ്യപ്പെട്ടിട്ട് ആൻഡ് ലോങ് ടേം മെമ്മറിയിൽ നിന്നുള്ള ഇൻഫോർമേഷനെയും കൂടിയും കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് റീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ ടാസ്ക് നടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ നടക്കണമെന്നുണ്ടെന്നാണെങ്കിൽ ഡിഫറെൻറ്റ് മെമ്മറി സ്റ്റോഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. ആ ഒരു കോർഡിനേഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Moving on to the last component and that is the episodic buffer. So initially നമ്മൾ കമ്പോണൻസ് പറഞ്ഞ സമയത്ത് എപ്പിസോഡിക് ബഫറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തായിരിക്കും, ഏറ്റവും ആദ്യം അതായത് വർക്കിംഗ് മെമ്മറി മോഡലിനെ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 3 മോഡൽ കമ്പോണൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫോണോളജിക്കൽ ലൂപ്പും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും സെൻട്രൽ എക്സിക്യൂട്ടീവും. പക്ഷേ പിന്നീട് ഒരു എന്താ പറയുക വലിയൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഈ ഒരു വർക്കിംഗ് മെമ്മറി മോഡലിൻ്റെ ഒരു വലിയ പ്രോബ്ലമായിട്ട് കണ്ടൊരു കാര്യമായിരുന്നു. ഇപ്പം ഇവിടെ ഓഡിറ്ററി മൊഡാലിറ്റിയിൽ നിന്ന് വരുന്നതും അതേപോലെ തന്നെ വിഷ്വൽ മൊഡാലിറ്റിയിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുള്ള 2 ലൂപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ്, അതായത് മൾട്ടി മോഡുലാറായിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നതെന്ന് കാര്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ വർക്കിംഗ് മെമ്മറി മോഡലിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഹൗ ഇൻഫോർമേഷൻ ഫ്രം ദി വിഷ്വൽ ആൻഡ് ഫോണോളജിക്കൽ ലൂപ്സ് ക്യാൻ ബി കമ്പൈൻഡ് ആൻഡ് ലിങ്ക്ഡ് ടു മൾട്ടി മോഡുലാർ ഇൻഫോർമേഷൻ ഇൻ ദി ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അതായത് നമ്മളുടെ ടാക്ടൈൽ സെൻസേഷൻ വഴിയും ഓൾഫാക്ടറി സെൻസേഷൻ വഴിയും ഗസ്റ്റേഷൻ വഴിയും ഒക്കെ ഉള്ള എന്താ പറയുക ഇൻഫോർമേഷൻസ് ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവും. അപ്പം ആ ലോങ് ടേം മെമ്മറിയിലെ ഡിഫറെൻറ്റ് മൾട്ടി മോഡുലാർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ എങ്ങനെയാണ് ഈ ഫോണോളജിക്കൽ ലൂപ്പും അതേപോലെ തന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളത് കാരണമാണ്
ബാഡ്ലി 2007 ഈ ഒരു അഡീഷണൽ ലൂപ്പിനെയും കൂടിയും ആഡ് ചെയ്യുന്നത്. ഓക്കെ, എപ്പിസോഡിക് ബഫർ. ആൻഡ് ദിസ് ഈസ് തോട്ട് ടു ഇൻറ്റഗ്രേറ്റ് ഇൻഫർമേഷൻസ് ഫ്രം എ വെറൈറ്റി ഓഫ് സെൻസ് മൊഡാലിറ്റീസ് ആൻഡ് വിച്ച് ഓൾസോ പ്രൊവൈഡ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ദി വർക്കിംഗ് മെമ്മറി ആൻഡ് ദി ലോങ് ടേം മെമ്മറി. അപ്പം ജസ്റ്റ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ മൊഡാലിറ്റി എന്ന് മാത്രമല്ല, ഡിഫറെൻറ്റ് സെൻസറി മൊഡാലിറ്റിയിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്കിംഗ് മെമ്മറീനെ ലോങ് ടേം മെമ്മറി ആയിട്ട് ലിങ്ക് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൂപ്പായിട്ടാണ് എപ്പിസോഡിക് ബഫറിനെ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റോർസ് ഇൻറ്റഗ്രേറ്റഡ് representations that bind visual, spatial and verbal codes from the other short-term stores together with information held in LTM. സോ എപ്പിസോഡിക് ബഫറാണ് വിഷ്വൽ ആയിട്ടുള്ളയും സ്പേഷ്യൽ ആയിട്ടുള്ളയും അതേപോലെ തന്നെ വെർബൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കോഡ് ചെയ്യുന്നതും അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും. So when features are bound together during perception, an integrated event representation is temporarily held in the episodic buffer and is available to conscious awareness. അതായത് പെർസെപ്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫീച്ചർ ടെംപ്ലേറ്റ് തിയറി ഒക്കെ ഓൾറെഡി പെർസെപ്ഷനിൽ പഠിച്ചിട്ടുണ്ടാവണം. സോ അതായത് നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിനെ പെർസീവ് ചെയ്യുമ്പം അതിനെ ആസ് എ ഹോളായിട്ടല്ല പെർസീവ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ മൈന്യൂട്ട് ഫീച്ചറിനെയും പെർസീവ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു വേർഡ് ആണെങ്കിൽ തന്നെ ആ ഒരു ടോട്ടൽ വേർഡിൻ്റെ ഒരു പെർസെപ്ഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക ഫീച്ചേഴ്സിനൊക്കെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് അത് എന്താ പറയുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഈ ഒരു എപ്പിസോഡിക് ബഫറിലാണ് നടക്കുന്നത്. ആൻഡ് ദിസ് ഹെൽപ്സ് അസ് ദി ഇൻഫർമേഷൻ ടു ബ്രിങ് ഇൻ ടു അവർ കോൺഷ്യസ്നെസ്. ആ ഒരു പെർസീവ് ചെയ്ത ഇൻഫർമേഷനെ നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് എപ്പിസോഡിക് ബഫർ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. And also complex events or scenes that combine multiple sources of information can thus be held and manipulated in working memory. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞപ്പം വെറും വിഷ്വലോ അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എപ്പിസോഡിക് ബഫറും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുവിധം എല്ലാം കോംപ്ലക്സ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽഡ് ചെയ്യാനും വർക്കിംഗ് മെമ്മറിയിൽ വെച്ചിട്ട് തന്നെ ഹെൽഡ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസണും ഇത് കാരണം, അതായത് എപ്പിസോഡിക് ബഫർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു അസംഷൻ ആയിരുന്നു. സോ നമുക്ക് എന്താ പറയുക, നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു എപ്പിസോഡിക് റെപ്രസെൻറ്റേഷൻസ് ഉള്ളത് കാരണം ആണ്. സോ we can say that it links long-term memory system with a separate short-term memory system. Like other alternative models handle the need for this linkage by assuming that working memory consists of the currently active subset of long-term representations. അതായത് സോ വർക്കിംഗ് മെമ്മറിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറി സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിനെ ലോങ് ടേം മെമ്മറി സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കോമ്പോണൻ്റാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ലിങ്കേജിൻ്റെ കേസിൽ അതായത് ഷോർട്ട് ടേം എങ്ങനെ ലോങ് ടേം മെമ്മറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിസിലായിരുന്നു പല തിയറിസ്റ്റുകളിലും അല്ലെങ്കിൽ പല മോഡൽസിലും അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി മോഡലിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ഒക്കെ ആയിട്ട് കണ്ടിരുന്നത്. ആ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യപ്പെടുകയായിരുന്നു എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടി ആഡ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് നോക്കുക.
ആൻഡ് ഓൾസോ ബാക്കിയുള്ള റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളും കൂടിയും വായിക്കുക. ഞാൻ അധികം എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും ലൈക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും എവിഡൻസസും കാര്യമൊന്നും ലൈക്ക് എവിഡൻസിന് വേണ്ടിയിട്ട് ചെയ്ത എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻസ് ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് വായിച്ചു പോവുകയാണെന്നാണെങ്കിൽ ഒബ്വിയസ്ലി അത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വർക്കിംഗ് മെമ്മറി മോഡലിനെ കുറിച്ച് പറയാൻ. We will see in the next session. Thank you.